മീഡിയ, അതായത് ന്യൂസ് ചാനലുകൾ നമ്മളെ വ്യൂവേഴ്സിനെ പൊട്ടന്മാരാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, അവരവരുടെ സ്ട്രാറ്റജി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അവരെ ന്യൂസും അവരെ ചർച്ചകളെല്ലാം അതുപോലെ ആക്കി കൊണ്ടുവന്ന് നമ്മൾ ആളുകളെ ആ ന്യൂസിലേക്ക് അഡിക്റ്റ് ആക്കുക, അല്ലെങ്കിൽ അവർ ന്യൂസ് കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു പക്ക അഡിക്ഷൻ വരുത്തുന്നൊരു സിസ്റ്റമാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ന്യൂസ് ചാനലുകളെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഈ ഇലക്ഷൻ തന്നെ ഒരു എക്സാമ്പിളാക്കി എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഫൈറ്റോ കാര്യമൊന്നുമില്ല. പാലക്കാട് 18,000 വോട്ടിന് ജയിച്ച്, ചേലക്കര ജയിച്ച്, അത്യാവശ്യം നല്ല ഭൂരിപക്ഷമുണ്ട്. വയനാട് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച്. പക്ഷേ ന്യൂസ് ചാനലുകൾ ഒരു മാസമായിട്ട് പറയുന്നത് അങ്ങനെ ഫൈറ്റ്, അവിടെ ഇത്ര ഇഞ്ചോടിഞ്ച് ഫൈറ്റ്, ഫോട്ടോ ഫിനിഷ്, അവിടെ ത്രികോണ മത്സരം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മളെ വ്യൂവേഴ്സിന് അവരൊരു സ്ട്രാറ്റജി വെച്ചിട്ട് അവരിലേക്ക് അഡിക്ഷൻ വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ സീരിയലെല്ലാം പോലെ ന്യൂസ് ചാനലും ഒരു അഡിക്ഷനാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ന്യൂസ് എല്ലാ ദിവസവും വരുന്ന ഒരു രാവിലെ വരുന്ന 7 മണി ന്യൂസോ അല്ലെങ്കിൽ രാത്രി വരുന്ന ന്യൂസോ മാത്രം ഫോളോ ചെയ്യുക. എല്ലാ ന്യൂസും ഫോളോ ചെയ്താൽ അവർ നമ്മളെ മൈൻഡിനെ ഗെയിം പോലെ നമ്മളെ മൈൻഡിനെ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ഒരു കാര്യത്തിലും അഡിക്ഷൻ വരുത്താതെ നോക്കുക. ന്യൂസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പേഴ്സണലി എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കര ഫൈറ്റ് മത്സരമാണ്, അപ്പോൾ നാളെ എന്താണ്, ഇന്ന് എന്താണ്, ഓരോ ദിവസവും ഞാൻ കാതോർക്കലുണ്ടായിരുന്നു ഓരോ ചർച്ചകളും. പക്ഷെ ഇപ്പോഴും അവർ പല ചർച്ചകളായിട്ട് ആളുകളെ വ്യൂവർഷിപ്പ് കൂട്ടാനും ആളുകളെ അവരിലേക്ക് അഡിക്ഷൻ വരുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അകന്ന് നിൽക്കുക. നമുക്ക് വേണ്ട ന്യൂസുകൾ 1-2 ന്യൂസ് കേട്ട് മനസ്സിലാക്കുക. അതോടുകൂടി ന്യൂസ് ചാനലുകളോട് ബൈ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിലയേറിയ സമയം, നമ്മളെ വിലയേറിയ മൈൻഡ്, നമ്മളെ വിലയേറിയ എല്ലാം അതിലേക്ക് നമ്മളറിയാതെ ആയി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക.